ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബർ ആ ഒരു ഊഞ്ഞാലിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് വേണ്ടി ബിഗ് ബോസിന് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബർ എന്താണ് പറഞ്ഞതെന്നൊക്കെ ഉള്ളതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് അക്ബറിനോട് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെ ഇതേ സീറ്റിലിരുന്ന് അനീഷ് ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അക്ബർ എന്തൊക്കെയാണ് അനീഷിനെതിരായിട്ട് പറഞ്ഞത്? ഈ മനുഷ്യന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഷാനവാസിക്കോടാണ് പറയുന്നത്, എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, എന്താണ് കാണിക്കുന്നതെന്നൊക്കെയാണ് അക്ബർ അന്ന് ചോദിച്ചത്. എന്നിട്ട് ഇപ്പൊ സിമിലർ ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അക്ബർ എത്തിയപ്പോ, അതായത് ഇച്ചിരി ഒന്ന് കോർണറിങ് നേരിടേണ്ടി വന്നപ്പോ അക്ബർ അവിടെ പോയിരുന്ന് അനീഷ് ഇരുന്ന് സെയിം ഊഞ്ഞാലിലിരുന്ന് സംസാരിക്കുകയാണ് പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും. ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് 3-4 പേര് നമ്മുടെ കൂട്ടത്തിൽ കാണും. അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ഓർത്തോണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അവരൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കളിക്കുവാണെങ്കിൽ അനീഷിനെ പോലെ ഗെയിം കളിക്കണം, ഒരു കൈയകലത്തിൽ നിർത്തണം എല്ലാവരെയും. ഇപ്പൊ അക്ബർ ഇതിനകത്ത് ഈ ഒരു കോൺവെർസേഷനിൽ, പ്രേക്ഷകരുമായിട്ടുള്ള കോൺവെർസേഷനിൽ അക്ബർ പുറത്തേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കും നെവിനും 6 നോമിനേഷൻ വന്നേനെ. എന്നുവെച്ചാൽ നോമിനേഷൻ ആയിരുന്നുണ്ടെങ്കിൽ, ആ ഒരു ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയ മീറ്റിംഗ് നോമിനേഷൻ ആയിരുന്നുവെങ്കിൽ എനിക്കും നെവിനും 6 നോമിനേഷൻ വന്നേനെ. ആദില, നൂറ, അനുമോള്, ഷാനവാസ്, അനീഷ്, സാബുമാൻ എല്ലാവരും എന്റെ പേര് പറഞ്ഞേനെ. പിന്നെ വേറെ ആരും നോമിനേഷനിൽ വരില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ നന്ദിയുണ്ട് ബിഗ് ബോസ്, ഞങ്ങൾ ചെറ്റയാണ്, നാറിയാണ്, തെണ്ടിയാണെന്നൊക്കെ അവര് പറഞ്ഞേനെ. അങ്ങനെ പറയാതിരിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകിയതിന് നന്ദിന്നോ അങ്ങനെ എന്തൊക്കെയോ നെവിന്റെ അടുത്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി സംഭവം ഇത് തന്നെയാണ്. ഒറ്റപ്പെടൽ ഗെയിമിലേക്ക് അക്ബർ കടന്നിട്ടുണ്ട്. അക്ബറിന്റെ ഗെയിം സ്ട്രാറ്റജി, പുതിയൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ ഗെയിമാണ്. അത് ബിഗ് ബോസിനകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഗെയിമിംഗ് അപ്രോച്ചാണ്. ഇങ്ങനെ കളിച്ചെങ്കിലും അക്ബറിന് എന്തെങ്കിലും വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇരട്ടത്താപ്പ് ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്. അനീഷ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ അത് മാനസിക രോഗം, അക്ബർ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ അതെന്താണ്? അക്ബറിനോട് തന്നെ ചോദിക്കേണ്ടി വരും കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.